വാഴക്കൂമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ചെയ്തു നോക്കണം. ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കിടിലൻ രുചിയാണ് കേട്ടോ. നിങ്ങൾ ആരും അതിശയിച്ചു പോകും വാഴക്കൂമ്പ് ഇതുപോലെ കറി വയ്ക്കാൻ പറ്റുമോ എന്ന്. എങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു വാഴക്കൂമ്പ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിൻ്റെ നേർ പകുതി മാത്രം മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തെ പോളകളൊക്കെ പൊളിച്ച് കളഞ്ഞ് വൃത്തിയാക്കി നമുക്കൊന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോരൻ എങ്ങനെയാണോ അരിയുന്നത് അതേ രീതിയിലാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയുമാണ്. അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിരുമണം. അതിനകത്ത് ആ നാരുകളൊക്കെ ഉണ്ടാവില്ല, കറകളൊക്കെ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ പുളിച്ച മോരിൻ്റെ അകത്തോട്ട് അരിഞ്ഞിട്ടിട്ട് നമ്മളെടുത്താലും റെഡിയാക്കി കിട്ടും. വേറെ വഴിയുണ്ടോയെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. എന്തായാലും ഇത് മൊത്തത്തിലാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പകുതി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ, പകുതി ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ പകുതി എടുത്തിരിക്കുന്നത് ഒരു ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വാഴക്കൂമ്പിന് മാത്രമായിട്ടുള്ള സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു പരിധി വരെ അതിൻ്റെ അകത്തെ ഗുണങ്ങളെല്ലാം അങ്ങ് പോവുമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വലിയൊരു പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മൾ വേവിച്ചൊരു 5-6 മിനിറ്റോളം തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തെ ആ വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കറിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇങ്ങോട്ട് കൊടുക്കാം, ഒന്ന് മൂത്ത് വന്നോട്ടെ. ഇനി വേണ്ടത് പച്ചമുളകും സവോളയാണ്. സവോളയും ഈ പറഞ്ഞ പോലെ നമ്മൾ തോരനായിട്ട് പോലെയല്ലേ അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സവോളയും ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എരിവ് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നടുകനെ കീറിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകും ഈ സവോളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വെളുത്തുള്ളി ഒരു 5-6 അതിൽ കൂടുതൽ ആവശ്യമില്ല. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ പേസ്റ്റ് ആയിട്ടാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് വഴന്ന് വരാനുള്ള ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവോളയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും. അങ്ങനെ നമ്മുടെ സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പുണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കേ, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് മസാലക്കൂട്ടുകളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വാഴക്കൂമ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവോളയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സും അതുപോലെ വാഴക്കൂമ്പിൻ്റെ മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. മൂടി വെച്ച് വേവിക്കേണ്ട കാര്യം ഒന്നുമില്ല, നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം, അതാണ് പാകം കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. കട്ട തൈരാണ്, അത്യാവശ്യമൊക്കെ പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയുണ്ട്, ജീരകം പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തൈരിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കരുത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൈര് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും വല്ലാണ്ട് മോര് പരുവത്തിലാവും. നമുക്കത് വേണ്ട, നമുക്കൊരു ക്രീമി ആ ഒരു ടെക്സ്ചറിലാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഉടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ ഈ തൈര് ഉടച്ചെടുക്കുമ്പം വല്ലാണ്ട് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് നമ്മൾ ആ വാഴക്കൂമ്പ് എത്രത്തോളമാണോ എടുത്തിരിക്കുന്നത്, അപ്പോൾ തൈര് ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കടലമാവ് വേണമെങ്കിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം തോന്നിയില്ല, ആവശ്യത്തിനുള്ള പാകത്തിന് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമ്മളൊന്ന് വഴറ്റാനായിട്ട് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് മിക്സ് എല്ലാം കൂടെ ഉണ്ടല്ലോ, അതും കൂടെ നോക്കാം. എല്ലാം
എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ തൈരിൻ്റെ മിക്സും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ തൈരായതുകൊണ്ട് തന്നെ അത് പിരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചട്ടിയിലാണ് അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇച്ചിരി തണുത്തിട്ട് വേണം നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഉപ്പെല്ലാം ഒന്ന് പാകത്തിന് നോക്കുക ഈ ഒരു സമയത്ത്. എന്നിട്ട് പതുക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഈ വാഴക്കൂമ്പ് കറി വെക്കുമ്പോഴേ ഇച്ചിരി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കറിക്ക് അതിനനുസരിച്ചുള്ളൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. പുളി കുറവാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് എത്തിക്കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ തൈരൊന്ന് ചൂടായി വരുമ്പം നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ചെറിയ തരികൾ പോലെയൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൈര് ചൂടായി വന്നെന്നാണ് അർത്ഥം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കയ്യിലൊരു ശകലം എടുത്തിട്ട് നോക്കിയിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അത്രയും മാത്രം നിർത്തിക്കൊണ്ടാലും മതി കേട്ടോ. ഇത് നോക്കിക്കേ. അപ്പം നമ്മുടെ തൈര് നന്നായിട്ടൊന്ന് ചൂടായിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കേ ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ്, ദഹനത്തിനും നല്ലതാണ് ഈ കായപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് ശരിയാക്കിയെടുക്കാം. അതെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഒക്കെ അങ്ങോട്ട് ഏകദേശം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മല്ലിയില ചേർക്കുന്ന ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ മല്ലിയില ഇഷ്ടമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുത്തോളൂ. ഇനി അതും ഇല്ലെങ്കിൽ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാനായിട്ട് അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഉറപ്പ് ഞാൻ പറയുന്നു. കാരണം എൻ്റെ പിള്ളേർക്ക് ഞാൻ കൊടുത്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ മറക്കണ്ട കേട്ടോ.